ബസ്സിലോട്ട് ഈ ഫ്ലൈറ്റിലോട്ട് കയറാൻ ബസ്സിൽ കയറിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ബാക്കവി ഉസ്താദല്ലേ ഞാൻ പറഞ്ഞു, അത് എൻ്റെ ഭാര്യ മക്കളൊക്കെയാണ്. ഉസ്താദെ എന്നെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു പന്തികേട് തോന്നി. ഉസ്താദെ വലിയ കഷ്ടപ്പാടും വിഷമങ്ങളൊക്കെയാണ്, ഉസ്താദ് എനിക്ക് വേണ്ടി കാര്യമായിട്ട് ദുആ ചെയ്യണം കേട്ടോ. ഗൾഫിൽ വന്നിട്ട് ഇതുവരെ ഒന്നും നേടിയിട്ടില്ല. ഞാൻ മനുഷ്യ നമുക്ക് ദുആ ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങി. സാധനം എടുക്കാൻ വേണ്ടി ബെൽറ്റിന് എടുക്കുക വന്നപ്പോൾ എൻ്റെ മോള് 4 വയസ്സേ ഉള്ളൂ. അവക്ക് ഡ്യൂട്ടി ഫ്രീയിലും മിഠായി ഇരിക്കാനാണ്. അപ്പോൾ മിഠായി വേണം, കരയാൻ തുടങ്ങി. അപ്പം ഞാൻ ഭാര്യയോട് പറഞ്ഞ് കരയിക്കണ്ട കുഞ്ഞിനെ, വെറുതെ ഉറക്കൊളച്ച് വന്നല്ലേ, ഞാൻ മിഠായി മടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ നേരെ ഡ്യൂട്ടി ഫ്രീയിൽ പോയി മിഠായി എടുത്തു. ബില്ല് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് പണ്ടാരടങ്ങാൻ ഈ പാസ്പോർട്ടിൻ്റെ കോപ്പി, പാസ്പോർട്ട് കൊടുത്താൽ അതിലെ ബില്ല് ചെയ്യും ഡ്യൂട്ടി ഫ്രീയിൽ. അങ്ങനെ ഞാൻ പോയി പിന്നെ ബാഗിൽ പോയി പാസ്പോർട്ട് എടുത്തുകൊണ്ട് വന്നു. അപ്പോഴൊക്കെ ഈ ചെറുപ്പക്കാരൻ ഒരു കവറും കയ്യിൽ പിടിച്ചിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ എൻ്റെ ചുറ്റും കറങ്ങുന്നുണ്ട്. ഞാൻ ഡ്യൂട്ടി ഫ്രീയിൽ പോയി പൈസ അടച്ചു, ഈ പാസ്പോർട്ട് കൊടുത്തു. ആ പാസ്പോർട്ടിൻ്റെ ബിൽ കോപ്പി വെച്ചിട്ടാണ് ബില്ലടിക്കുക ഡ്യൂട്ടി ഫ്രീ എയർപോർട്ടിൻ്റെ ഉള്ളിൽ. ഞാനത് അടിച്ചു. അപ്പോഴൊക്കെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഞാൻ വിചാരിച്ചു വീണ്ടും പോകുമല്ലേ, അതായിരിക്കും വീണ്ടും ദുആ കൊണ്ട് വസിയത്തിന് വന്നതായിരിക്കും. ഞാനിങ്ങനെ ഇറങ്ങിപ്പോയി കറങ്ങി നടന്നിട്ട് പിന്നെ വീണ്ടും എൻ്റെ അടുക്കൽ വന്നിട്ട് ബാക്കവി ഉസ്താദേ ആ പാസ്പോർട്ടൊന്നും തരുമോ? ഞാൻ എന്തിന്? ഇല്ല, ഈ 2 കുപ്പി അതിൻ്റെ ബില്ലിലൊന്നും അടിക്കാനാണ്. വല്ലാഹി സമയത്തും ഈ ഉദനയ്യ സംഭവം ഇവൻ 4 കുപ്പി ഡ്യൂട്ടി ഫ്രീ എടുത്തിരിക്കുകയാണ്. പാസ്പോർട്ടിന്റെ ഒരു കോപ്പിയിൽ 2 ബില്ല് അടിക്കും. ഒരു പാസ്പോർട്ടിൽ 2 കിട്ടൂ. ചില ആളുകൾ വന ഉസ്താദ് 2 കിട്ടുള്ളൂ. ഇടയ്ക്ക് ചില ആളുകൾ അറിയാതെ അറിയാട്ടെ കറക്റ്റ് തന്നെ 2 കിട്ടുള്ളൂ. അപ്പോ അടുത്ത 2 കുപ്പി അടിക്കണമെങ്കിൽ വേറെ അടുത്തന്നെ പാസ്പോർട്ട് വേണം. അത് വന്നവൻ ചോദിച്ച എന്നോട്. ഞാൻ ചോദിച്ചേടാ, ഓൾ ഇന്ത്യ ജാഗിലെ ഉംറ കഴിഞ്ഞ് വന്ന് എന്നോട് തന്നെ ഈ കുപ്പി അടിക്കുന്ന ഈ പാസ്പോർട്ട് പാടിക്കും. ഇവൻ അവിടെ നിന്ന് കയറിയപ്പോൾ മുതലേ തന്നെ അടിച്ചിട്ടാ നടക്കുക. അതുകൊണ്ടാണ് ഇവൻ എന്നോട് വന്ന് ദുആ വസിയത്ത് ചെയ്തത്. ഈ കള്ള് കുടിച്ചാൽ തക്കുവ കൂടുന്ന ചില ആളുകൾ. എന്താ അറിയോ, ചില ആളുകൾ നിങ്ങളാണ് തെമ്മാടികളായിരിക്കും. കള്ള് കുടിച്ചു കഴിഞ്ഞാൽ ചിറ്റുമൂല പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയാൽ പെട്ടെന്ന് കൈയൊക്കെ അടിച്ച് മുണ്ടൊക്കെ അടിച്ച് താഴെ കുത്തി പവ്യത നിൽക്കും കള്ളുകൂടിയ. എന്നാ ബോധമുള്ളവനാണെങ്കിലോ പൊക്കി പിടിച്ച് അങ്ങനെ തന്നെ നടക്കും. ചില കള്ളുകൂടിയന്മാരെ കണ്ടില്ല, പള്ളി കണ്ട ഭയങ്കര ഭവ്യതയാണ്. കള്ളു കുടിച്ചാൽ തക്കുവ കൂടുമെന്ന് ഞാൻ പറഞ്ഞു, മനമാരെ അടിച്ചുകളയരുത് കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ഭക്തി കൂടുന്നാ പറഞ്ഞത്. ഓ പടച്ചോനെ, അങ്ങനെ ഒരു സബീലുണ്ടെങ്കിൽ മിൻ സബീൽ. ആ സബീല് നേരത്തെ പറഞ്ഞ 2 നല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും ഉണ്ട്, പക്ഷേ രഹസ്യ ജീവിതത്തിൽ വലിയ പരാജയമായി മാറുക. ചൂടുള്ള അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്ന വാതിലുകൾക്ക് കുറവുണ്ടോ? ഇല്ല. ഉപദേശങ്ങൾക്ക് കുറവുണ്ടോ? ഇല്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എല്ലാവരും കേൾക്കുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ സഈർ എന്ന് പറയുന്ന നരകത്തിൽ പോകുന്നവരാരാണ് എന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് ഓരോ സഹോദരന്മാര്, ഞാൻ നരകം മാത്രം പറയാനല്ല, ആ നരകത്തിന്റെ ഇടയിൽ അള്ളാഹു നമ്മളോട് പറയുന്ന ചില ചോദ്യങ്ങളുണ്ട്. സഈർ എന്ന നരകത്തിൽ പോയ ആളുകൾ ആ നരകത്തിലെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ അവരാ നരകത്തിൽ കിടന്ന് വിലപിക്കുന്ന ഒരു രംഗം ഖുർആൻ പറയുന്നു. എന്താ രംഗം? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, സഹോദരങ്ങളെ സഹോദരിമാരെ, വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. സഈർ എന്ന് പറയുന്ന നരകത്തിന്റെ 2ാമത്തെ ഭാഗത്ത് കിടക്കുന്ന ആളുകൾ ആ നരകത്തിലെ ശിക്ഷ അനുഭവിച്ച് വല്ലാതവര് പെട്ടുപോകുമ്പോ അള്ളാഹുവിനോട് അവര് പറയും, അത്രേ അല്ലാഹുവേ, وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير. നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്ന ഒരായത്താണിത്. അല്ലാഹുവേ, സഈർ എന്ന ഭീമാകാരമായ നരകത്തിന്റെ ഉള്ളിൽ പോയി ഇവര് കിടക്കുമ്പോ, നരകത്തിന്റെ ശിക്ഷകൾ അനുഭവിച്ച് ജീവിതത്തിൽ ഇവര് വല്ലാതെ വേദനിക്കുമ്പോ അല്ലാഹുവിനോട് പറയും, അത്രേ നിങ്ങൾ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നന്മകളെ കേൾക്കുക മാത്രമല്ല, കേട്ട നന്മകളെ ഞങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ
ഈ പറയുന്ന സൈർ എന്ന നരകത്തിൽ ഞങ്ങൾ വരുമായിരുന്നില്ലല്ലോ അല്ലാ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ പ്രഭാഷണം കേൾക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും പറയുന്നവരും അടക്കമുള്ളവരോട് എന്നോടടക്കം ഞാൻ ഓർമ്മിപ്പിക്കുകയാ, സൈർ എന്ന നരകത്തിൽ പോകുന്നത് വ്യഭിചാരികൾ മാത്രമല്ല, പലിശക്കാർ മാത്രമല്ല, ജീവിതത്തിന്റെ തിന്മയുടെ പന്താവിലൂടെ നടന്നു പോകുമ്പോ ഏതൊക്കെ നന്മകൾ ആരൊക്കെ പറഞ്ഞു തരുന്നു, ആ പറഞ്ഞു തരുന്ന നന്മയെ കേൾക്കുന്നുണ്ട്, പക്ഷേ ആ നന്മകൾ ജീവിതത്തിലേക്ക് പകർത്തുന്നില്ല. എത്രയേറെ അവസരങ്ങൾ ഉണ്ടായിട്ടും അവസരങ്ങൾ മുഴുവനും ദുരുപയോഗം ചെയ്ത് നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയാതെ പോയാ നമ്മുടെ കേൾവികൾക്ക് കുറവില്ല. അല്ലാഹുവേ ലൗ കുന്നാ നസ്മഉ വനഅഖിലു, ഞങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്നിത് അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ അല്ലാഹുവേ. അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ, നന്മകളുടെ വൃത്താന്തങ്ങൾ കേൾക്കുമ്പോ ആ നന്മകളെ ജീവിതത്തിൽ അതേപടി അനുസരിക്കുക. അതേപടി അനുസരിക്കുമ്പോഴാണ് നമ്മൾ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക. അതായിരുന്നല്ല ഹബീബായ നബി തങ്ങളുടെ സഹാബത്ത് ചെയ്തത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കേൾക്കുന്നത് അതേപടി പകർത്തുക. അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞുവോ അത് കേട്ടപടിയെ പകർത്തിയവരായിരുന്നു സഹാബത്തുകൾ. അത് കാണാണ് റളിയല്ലാഹു അൻഹും വറളൂൻ, അവർ അല്ലാഹുവിന്റെ തൃപ്തി വാങ്ങിച്ചവരായത്. കേൾക്കുന്നത് അതേപടി അപ്പോൾ തന്നെ പകർത്തണം. അറിയുമല്ലോ അല്ലാഹുവിന്റെ റസൂൽ മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ ഖുത്ബ ഓതുകയാ. അല്ലാഹുവേ പടച്ചവനെ, മദീന ഒരു വല്ലാത്ത കാഴ്ചയാണ്, അഭിലാഷമാണ് മദീന, അനുഗ്രഹമാണ് മദീന, രോമാഞ്ചമാണ് മദീന. കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് മദീനയിലാണ് 450ഓളം ആളുകൾ എന്റെ ഗ്രൂപ്പിലുണ്ട്. അവരുമായി ഉംറയും സിയാറത്തും നിർവഹിച്ചിട്ട് വെള്ളിയാഴ്ച മദീനയിൽ നിന്ന് തിരിച്ചു വരണം സമയമായി. പക്ഷേ വരാൻ മനസ്സിന് കൊതി വരുന്നില്ല, വീട്ടിലേക്ക് വരാൻ മനസ്സിന് ആഗ്രഹമില്ല. അങ്ങനെ പച്ചക്കുപ്പ ഇങ്ങനെ വല്ലാതെ തെളിഞ്ഞു കാണുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ പ്രണയനായകന്റെ ചാരത്ത് വന്നിട്ട് സലാം പറഞ്ഞിട്ട് കണ്ണുനീര് പൊടിച്ചുകൊണ്ട് കടന്നു പോകുന്ന ലോകത്തിന്റെ ഈമാനിന്റെ ക്യാപിറ്റൽ സിറ്റി മദീന. ഗ്രൂപ്പുകാരോട് പറഞ്ഞിട്ട് ഒരു ദിവസവും കൂടി നീട്ടി, മറ്റൊന്നുമല്ല വെള്ളിയാഴ്ച രാവ് കിട്ടുമല്ലോ, നാളത്തെ ജുമുഅ മദീനത്തിന്റെ നബവിയിലാകാമല്ലോ എന്ന ആഗ്രഹത്തോടെ വെള്ളിയാഴ്ചത്തേക്ക് ഒരു ദിവസം കൂടി നീട്ടി രാവിലെ 9 മണിക്ക് മക്കളെയും കൂട്ടി മദീനത്തിന്റെ നബവിയിലേക്ക് പോയി. അഭൂതപൂർവമാണ്, തിരക്കാണ് മദീനയെ. ഈ യാത്രാ വിവരണം പറയുന്നത് മനസ്സിലൊരാഗ്രഹം ഉണ്ടാകാനാണ്. നേരെ പോയി അൽഹംദുലില്ലാഹ് കിട്ടിയത് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയുടെ തൊട്ട് പുറകിലുള്ള ഭാഗമാണ്. 9 മണിയോടെ കയറിയിരുന്ന് നോക്കുമ്പോ ഞാൻ ആ ഭാഗത്ത് നിന്ന് ബാബു സലാമിന്റെ മുമ്പിൽ തിരക്ക് കൂട്ടുന്ന ഒരു ജനത, ഉഗാണ്ടയിൽ നിന്ന്, ഉറുഗ്വേയിൽ നിന്ന്, അങ്ങനെ യൂറോപ്പിൽ നിന്ന്, കറുകറുത്ത ആഫ്രിക്കയിൽ നിന്ന്, കറുകറുത്ത തടിച്ച ചുണ്ടുകളുള്ളവനും സായിപ്പിനെ പോലെ വെളുവെളുത്തവനും റൗളയുടെ മുമ്പിലൂടെ മെല്ലെ മെല്ലെ നീങ്ങുന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ട് വിതുമ്പുന്ന ചുണ്ടുകളിലൂടെ ബാബു ജിബ്രീലിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന 10,000ങ്ങൾ. ഒരു ഭാഗത്ത് മദീന കാണുന്നതാണ്, മറുഭാഗത്തോ വെള്ളപ്പരവതാനിയുടെ മുമ്പിൽ നിസ്കരിക്കാനുള്ള തിരക്കുകൾ. കാത്തു നിൽക്കുന്ന മണിക്കൂറുകളോളം ഒരു ചെറിയ ചത്വരമുണ്ടത്ര, അത് വെള്ളപ്പരവതാനിയാണത്ര. അവിടെ ഭൂമിയുടെ സ്വർഗമാണത്ര. ആ വെള്ളപ്പരവതാനി വിരിച്ചൊരു പരിമിതമായ ഭാഗം സ്വർഗമാണത്ര, സ്വർഗമാണ്. ആ വെള്ളപ്പരവതാനി വിരിച്ച ഭാഗം സ്വർഗമാണത്ര. ഈ ഭൂമിയിലെ സ്വർഗമാണത്ര. ഏത് സ്വർഗമാണ്? ഹിസാബ് കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, സിറാത്ത് കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, മീസാൻ കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, വിചാരണയ്ക്ക് ശേഷമുള്ള സ്വർഗമല്ല. ആ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞത് ഭൂമിയിലെ സ്വർഗമാണത്രേ. അത് ഹിസാബ് കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, വിചാരണ കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, നിക്കായിന് വേണ്ടി പോകുന്ന സ്വർഗമല്ല. ആ സ്വർഗം ഭൂമിയിലെ സ്വർഗമാണ്. വബൈന ബൈതിന മിൻബരി റൗലത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ
ഖബറിന്റെയും എന്റെ വീടിന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. ഈ ഭൂമിയുടെ പങ്കിലമായ സുവർണ പാതകങ്ങൾ പോലെ തിളങ്ങുന്ന മദീനയുടെ സ്വർഗമെന്ന ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത ലോകത്തിന്റെ മുത്തേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആ കാഴ്ച കണ്ടുകൊണ്ട് മദീനത്തെ പള്ളിയിലിരിക്കുമ്പോ വെട്ടിത്തിളങ്ങുന്ന സ്വർണത്തിന്റെ ഭൂഷിയ തൂണുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് മിഹ്റാബ് ആയിഷ. ആ മിമ്പറിന്റെ ഭാഗത്ത് മിഹ്റാബ് ആയിഷ, ഉസ്തുവാനത്തു ഫാത്തിമ തങ്ങളെ മദീനത്തെ പള്ളിയിൽ സ്വർണ്ണ ലിപിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. 3 മാസക്കാലം അത്താഴം കഴിക്കാതെ കടന്നിറങ്ങിയിട്ടും കൃത്യമായി തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് പ്രവാചക പത്നി തഹജ്ജുദ് നിസ്കരിച്ച മിഹ്റാബ് ആയിഷ 3 മാസം അവർ അത്താഴം കഴിച്ചിട്ടില്ല. 3 മാസം വെള്ളം കുടിച്ച് ജീവിച്ചിട്ടും എഴുന്നേറ്റ് നിൽക്കാൻ കെൽപ്പില്ലാതിരുന്നിട്ടും പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് പരാതികളും പരിമിതികളും പരിദേവനങ്ങളും പരിതാപങ്ങളും പരിതിലംഘിക്കുമ്പോഴും പാലിലെ പരമസുഖമല്ല, പരലോകത്തിന്റെ പരമാനന്ദമാണ് പരിഗണനീയമെന്ന് കരുതി പാതിരാത്രിയിൽ പടച്ചറപ്പിനോട് പതിനെ പോലെ പൊട്ടിക്കരഞ്ഞ പ്രവാചക പത്നി ആയിഷ ബീവി നിസ്കരിച്ചു പോയ മിഹ്റാബ് ആയിഷ കണ്ടുകൊണ്ടിരിക്കുമ്പോ മദീനത്തെ പള്ളിയിലെ മിമ്പറിലേക്ക് ഇമാമ കയറി അദ്ദേഹത്തിന്റെ ഹംദ് മുടങ്ങി. അപ്പോഴാണോ ഇതേപോലെ ഇതാര് ചവിട്ടിയ മിമ്പറാണ്, ഈ മിമ്പറിൽ പാദം ചവിട്ടിയത് ആരുടേതാണ്, ഈ മണ്ണിൽ കാല് ചവിട്ടി നടന്നിവരിൽ ഏറ്റവും ഉത്തമമായ പാദത്തിന്റെ ഉടമ മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, ഏറ്റവും പ്രസിദ്ധമായ പാദം ചവിട്ടിയ മിമ്പറിലേക്ക് ഇഹ്റാം കയറി നിന്നപ്പോ അപ്പോഴാണ് സഹോദരങ്ങളെ വിശ്വാസിയെ കുറിച്ച് മനസ്സിലായത്. ഇതേപോലൊരു വെള്ളിയാഴ്ച ദിവസം ഹബീബായ നബി തങ്ങൾ മദീനത്തെ പള്ളിയുടെ മിഹ്റാബിൽ കയറി നിസ്കാരത്തിന് വേണ്ടി ജുമാ നിസ്കാരത്തിന് ഖുത്ബ ഓതുമ്പോ അന്നത്തെ മദീനത്തെ ചെറിയ പള്ളി ആളുകൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതെ കുറെ ആളുകൾ നിൽക്കുകയാണ്. ഇരിക്കാൻ സ്ഥലമില്ലാതെ മദീനത്തെ പള്ളിയുടെ അകത്തളങ്ങളിൽ ആളുകൾ നിൽക്കുന്നത് കണ്ടപ്പോ മിമ്പറിൽ ഇരുന്ന് കണ്ടല്ലാണ്ട് റസൂല് വിളിച്ചു പറഞ്ഞു, എവിടെയാണോ നിങ്ങളിപ്പോ നിൽക്കുന്നത് അവിടെ തന്നെ നിങ്ങൾ അങ്ങോട്ട് ഇരുന്നു കൊള്ളുക. അകത്തെ പള്ളിയിൽ നിൽക്കുന്നവരോടാണ് പറയുന്നത്. ഈ സമയത്താണ് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് നിസ്കാരത്തിന് വന്നപ്പോ താമസിച്ചു പോയി. ഹബീബായ മുത്തു മിമ്പറിൽ കയറിയിട്ടുണ്ടായിരുന്നു. വെളിയിലൂടെ ചുറ്റുപടുത്ത് കിടക്കുന്ന മണനാരുണ്യത്തിൽ ഓടി വരുമ്പോഴാണ് മദീനത്തെ പള്ളിയിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടെ തന്നെ നിങ്ങൾ അങ്ങ് ഇരുന്നേക്കണേ. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ നിന്നു. ചങ്ങല കെട്ടിത്തര പോലെ ചുറ്റുപടുത്ത മണനാരുണ്യത്തിന്റെ മുകളിൽ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ കുത്തിയിരുന്നു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് അകത്തെ പള്ളിയിൽ നിന്നവരോടാണ്. റവാഹയ്ക്കൊരു പ്രശ്നമല്ല, ചുറ്റുപടുത്ത മണനാരുണ്യത്തിലിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ഖുത്ബ കഴിഞ്ഞു നോക്കുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ കാലിലൊരു ചെരുപ്പ് പോലും ഇല്ലാതെ ചുറ്റുപടുത്ത മണനാരുണ്യത്തിന്റെ ഊഷര ഭൂമിയുടെ മുകളിലിരിക്കുകയാണ്. എന്തേ റവാഹ ഓടി വരുമ്പോഴാണ് അങ്ങ് പറഞ്ഞു കേട്ടത്, എവിടെയാണോ നിൽക്കുന്ന അവിടെ ഇരിക്കാൻ. നബിയെ ഞാൻ അവിടെ ഇരുന്ന് നബിയെ. റവാഹ അത് നിന്നോടല്ലല്ലോ, അകത്തെ പള്ളിയിൽ ഇരുന്നവരോടല്ലേ ഞാൻ പറഞ്ഞത്. നബി അതൊന്നും എനിക്ക് വിഷയമല്ല, ഞാൻ വന്നപ്പോ അങ്ങ് പറയുന്നത് കേട്ടു എവിടെ നിൽക്കുന്നു അവിടെ ഇരിക്കാൻ. നിന്നെടുത്ത് തന്നെ ഞാൻ ഇരുന്നു യാ റസൂലല്ലാഹ്. കേട്ടതെന്താണോ അങ്ങനെ തന്നെ ഞാൻ ചെയ്തു നബിയെ. അങ്ങ് പറഞ്ഞതിനപ്പുറം എനിക്ക് മറ്റൊന്നുമില്ല. ഇതാണ് സഹോദരങ്ങളെ കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതിനപ്പുറത്തേക്കില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഖുർആൻ പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഖുർആനിൽ ആയത്തിറങ്ങി. പെണ്ണുങ്ങളുടെ ഹിജാബിനെ കുറിച്ച്, വസ്ത്രധാരണത്തെ കുറിച്ച് ആയത്തിറങ്ങി. ആ പെണ്ണുങ്ങളെ തലമറക്കുന്ന തുണി കൊണ്ട് തന്നെ അവരുടെ മാറും മറച്ചു കൊള്ളട്ടെ. ആയത്തിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതി കേൾപ്പിച്ചപ്പോ സഹാബത്ത് നേരെ വീട്ടിലേക്ക് ഓടി. മദീനത്തെ വീടിന്റെ വാതിൽ തുറന്നകത്ത് കയറിയിട്ട് തലമറച്ച ഭാര്യമാരുടെ തലയിലെ തുണി എടുത്തിട്ട് നെഞ്ചു മറച്ചു കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട ഭാര്യമാരെ,
ഖുർആനിൽ ആയത്തിറങ്ങി നിങ്ങളുടെ തലമറച്ച തുണി കൊണ്ട് നിങ്ങളുടെ മാറു മറക്കണമെന്ന് പറഞ്ഞതും കേട്ടതുമെന്നാണോ? അത് അതേപോലെ അനുസരിച്ച ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട ചുറ്റുമൂലയിലെ പെങ്ങൾക്ക് എനിക്കറിയുമോ എന്നെനിക്കറിയില്ല. വിവാഹത്തന്തയിലും മാത്സര്യ ബുദ്ധിയോടെ കോടികളെറിഞ്ഞ് പകട കളിക്കുന്ന സമുദായത്തിന്റെ ആർഭാടത്തിന്റെ നടുവ് പാശ്ചാത്യന്റെ ആചാരങ്ങൾ നമ്മുടെ വിവാഹവേദിയിൽ വരുമ്പോ, പാശ്ചാത്യന്റെ യൂറോപ്പിന് നമ്മൾ കടമെടുക്കുമ്പോ, കല്യാണത്തിന്റെ തലേ ദിവസം ഗാനമേളകൾ ചങ്ങം കൊടുപ്പിക്കുമ്പോ എന്തേ പൊട്ടികളെ നിങ്ങളായി പോയി. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു. എന്താണെന്നറിയുമോ? ഇന്തോനേഷ്യയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കല്യാണത്തിന്റെ ദിവസം പുതിയ ആപ്പിള ഒരുങ്ങിയിരിക്കുന്നു, അപ്പുറത്ത് പുതുമണമാട്ടിയിരിക്കുന്നു, ആളുകൾ മുഴുവനും ചുറ്റും നിൽക്കുന്നു. പുതിയ ആപ്പിളയുടെ മുമ്പിൽ നിന്ന് പുതുമണമാട്ട് ഖുർആൻ ഓതുന്നു. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. തജ്ദീദോടുകൂടി ശ്രവണ സുന്ദരമായ താലലയ ഭംഗിയോട് പുതിയ പെണ്ണ് ഖുർആൻ ഓതുമ്പോ ആയത്ത് കേട്ടിട്ട് പുതുമണവാളൻ അടുത്തിരുന്ന് പൊട്ടിക്കരയുന്നു. പുതുമണവാളൻ കരയുന്നത് കേട്ടപ്പോ ജനസദസ് മുഴുവനും ഖുർആൻ കേട്ട് കരയുന്നു. അങ്ങനെ യൂറോപ്പിനെ നാം കടമെടുക്കുമ്പോ അവിടെ കല്യാണത്തിൽ നിന്ന് ഖുർആൻ ഓതുന്ന പുതിയ പെണ്ണ് കേട്ട് പൊട്ടിക്കരയുന്ന പുതിയ ആപ്പിള സദസ് മുഴുവനും ഖുർആൻ കേട്ട് കരയുകയാണ്. ആ സമയത്ത് അരമീറ്റർ തുണി കൊണ്ട് ബ്ലൗസ് തയ്ച്ചിട്ട് അടിവസ്ത്രം കാണിക്കുന്ന ആഭാസം നിർത്തേണ്ട കുട്ടി നമ്മുടെ മക്കളുടെ കല്യാണം നമ്മൾ ആഭാസമാക്കി മാറ്റുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്കറിയുമോ അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി വലാ തബർറജ്ന തബർറുജൽ വലാ തബർറജ്ന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ജാഹിലിയ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ അന്യപുരുഷനോട് കൂടെ നടന്നതുപോലെ അന്യപുരുഷനുമായി നിങ്ങൾ ഇടകലർന്ന് ജീവിക്കരുത്. അന്യപുരുഷനുമായി ഇടകലർന്ന് ജീവിക്കരുത്. അന്യപുരുഷന്മാരുമായി സ്പർശനമുണ്ടാവരുത്. ആണും പെണ്ണും ഇടകലരാൻ പാടില്ല. ആണും പെണ്ണും തമ്മിൽ ഒരു പെണ്ണിന്റെ ശരീരമാണിനെ തട്ടാൻ പാടില്ല. അന്യപുരുഷനുമായി ഇടകലരല്ലേ, അവരുമായിട്ട് നിങ്ങൾ ഒന്നിച്ചു കൂടരുത് എന്നായത്തിറങ്ങിയപ്പോ മദീനത്തെ അൻസാറുകളായ പെണ്ണുങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? അങ്ങാടിയിൽ പോകുമ്പോ ആണുങ്ങൾ വന്നാൽ അവരെന്ത് ചെയ്യുമെന്നറിയോ? ആ അങ്ങാടിയിലെ മദീനത്തിന്റെ പെണ്ണുങ്ങൾ അങ്ങാടിയുടെ ചുവരിലോട്ട് അവര് ചേർന്ന് ഒതുങ്ങി നിന്നു. ആണുങ്ങളെ ശരീരത്തിന് തട്ടാതിരിക്കാൻ മതിലിലേക്ക് അവർ ഓരം ചേർന്ന് നിന്നപ്പോ അൻസാറുകളായ മദീനത്തിലെ പെണ്ണുങ്ങളുടെ വസ്ത്രത്തിന്റെ പുറകുഭാഗം അത് വല്ലാതെ അവിടുത്തെ നിറം മുഴുവനും മങ്ങിപ്പോയത്രേ, അവിടെ മുഴുവനും നുരുമ്പിപ്പോയത്രേ. ഒരു അന്യപുരുഷൻ എന്റെ ശരീരത്തിൽ തൊടുമോ എന്ന ഭയം കൊണ്ട് മതിലിലേക്ക് മദീനത്തെ പെണ്ണുങ്ങളെ ചേർന്ന് നിന്നപ്പോ അവരുടെ വസ്ത്രങ്ങൾ മുഴുവനും നിറം മങ്ങിയിട്ട് ആ ഭാഗം മുഴുവനും നുരുമ്പി പോകുന്ന രീതിയിൽ അവരുടെ വസ്ത്രങ്ങളും മതിലിലേക്ക് അവര് ചേർത്ത് വെച്ചുമത്രേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എത്രയോ ആളുകൾ വാത് പറയുന്നുണ്ട്, എത്രയോ ഇമാമിങ്ങൾ വെള്ളിയാഴ്ച പറഞ്ഞു വരുന്നുണ്ട്. അതിനെയൊക്കെ കാറ്റിൽ പറത്തിയിട്ടും മറ്റുള്ള സംസ്കാരത്തെ പുറകിൽ പോയാൽ വല്ലാഹി പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. അള്ളാന്റെ മുമ്പിൽ പറയും നിങ്ങൾ ഒരു ദിവസം, അല്ലാഹുവേ ലൗ കുന്നാ നസ്മഉ നഅഖിലു, ഞങ്ങൾ ഈ കേട്ടതെങ്ങാനും അനുസരിച്ചിരുന്നെങ്കിൽ മാ കുന്നാ ഫി അസ്ഹാബി സഈർ, ഇന്നീ നരകത്തിൽ കിടക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. അല്ലാഹ് മദീനത്തെ പെണ്ണുങ്ങളാവണം പറയാൻ എനിക്ക് സമയമില്ല. ഇനിയും സമയമേറെ, ഇനിയും വിഷയമേറെ ബാക്കി കിടക്കുകയാണ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അതുകൊണ്ട് സഹോദരിമാരെ, മദീനത്തെ പെണ്ണുങ്ങളാവുക. ഹബീബായ നബി തങ്ങൾ പള്ളിയിലിരുന്നപ്പോ ഒരു കറുകറുത്ത തടിച്ച ചുണ്ടുകളുള്ള ആര് കണ്ടാലും വിരൂപനായ ഒരു മനുഷ്യൻ ജുലൈബീബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്ത സങ്കടമാണ്. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ജുലൈബീബേ, മുഖത്ത് വല്ലാത്ത ടെൻഷൻ ഉണ്ടല്ലോ, എന്ത് പറ്റി ജുലൈബീബേ? ജുലൈബീബ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ കറുത്തവനാണ്, ഞാൻ വിരൂപനാണ്, ഞാൻ അടിമയാണ്, എന്നെ കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന രൂപമാണ്. എനിക്കൊരാളും ഒരു പെണ്ണിനെ തരുന്നില്ല നബിയേ. ഒരു പെണ്ണ് കാണാൻ പോകുന്നിടത്ത് വൈരൂപ്യം കൊണ്ട് ഞാൻ ആട്ടി ഓടിക്കപ്പെടുകയാണ്. എനിക്ക് കല്യാണം കഴിക്കാൻ കഴിയുന്നില്ല മുത്തേ. പള്ളിയിൽ വന്നപ്പോ ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് വലിയ ടെൻഷൻ, കല്യാണം കഴിക്കാത്തതിന്റെ ടെൻഷൻ, കഴിച്ചവർക്ക് കഴിച്ച ടെൻഷൻ.
രണ്ട് ദുഃഖമാണ്. കെട്ടാത്തവന് കെട്ടാത്തതിന്റെ ദുഃഖം, കെട്ടിയവന് കെട്ടിയതിന്റെ ദുഃഖം. പടച്ചോനെ വേണ്ടായിരുന്നു എന്നാ തോന്നുക. കെട്ടുന്നതിന് മുമ്പ് ഉള്ള യാസീൻ മുഴുവൻ ഓതും. ഒരു പയ്യൻ പറഞ്ഞു, ഉസ്താദെ കുറെ പെണ്ണ് കണ്ടു ഉറക്കുന്നില്ല, കല്യാണം പെട്ടെന്ന് നടക്കാൻ വല്ല മാർഗമുണ്ടോ? ഞാൻ പറഞ്ഞു, മോനെ സഅദ് സലമി റളിയല്ലാഹു അൻഹു വരെ 3 യാസീൻ ഓതിക്കും, 3-ാമത്തെ ദിവസം പെണ്ണ് കിട്ടും. അവന് വലിയ സന്തോഷമായി. 3 യാസീൻ പെണ്ണ് കെട്ടു ഉസ്താദെ. സന്തോഷത്തോടെ പോയപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ട്, പൊന്നു മുത്തേ, കെട്ടാൻ 3 യാസീൻ ഓതിയാൽ മതി, പിന്നെ ഒഴിവാക്കണമെങ്കിൽ 3 ഖത്ത് ഓതി ഒഴിവാകൂല. കെട്ടാത്രയും മതി. ഇതാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സഹോദരിമാരോട് ഞാൻ പറയാ, നാളെ പറയേണ്ടി വരരുത് പടച്ചോനെ. എത്ര ഇമാമിങ്ങൾ പള്ളിക്കൽ ഇമാമിന് ഭ്രാന്ത, നിങ്ങൾ അങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണമെന്ന് പറയാൻ പാടില്ല. പള്ളിയിലെ ഇമാം ഒന്നും പറയാൻ പാടില്ല. ഞങ്ങൾ പലിശ മേടിക്കും, ഞങ്ങൾ കള്ളു കുടിക്കും. ഞങ്ങളുടെ പള്ളിയിലെ ഇമാമ് പറഞ്ഞാൽ വഖാലൽ മലഉ അല്ലദീന അസ്തക്ബറു മിൻ ഖൗമിഹി ലനുഖ്രിജന്നക യാ ശുഐബ് വല്ലദീന ആമനു മഅക മിൻ ഖറിയത്തിനാ ഔ ലതഊദുന്ന ഫി മില്ലത്തിനാ. ഷുഐബ് നബിയുടെ സമൂഹം അളവിനും തൂക്കത്തിലും കൃത്രിമം കാണിച്ചു, കച്ചവടത്തിൽ മഹാപറ്റിപ്പ്. ഷുഐബ് നബി പ്രസംഗിച്ച ജനത്തിനോട് കച്ചവടത്തിൽ കൃത്രിമം കാണിക്കരുത്, പാവപ്പെട്ട ഉപഭോക്താക്കളെ വഞ്ചിക്കരുത് എന്ന് പ്രസംഗിച്ചപ്പോ കാലൽ മലഉല്ലദീന അസ്തക്ബറു മിൻ ഖൗമിഹി, ആ നാട്ടിലെ ഏറ്റവും വലിയ അഹങ്കാരികൾ, ആ നാട്ടിലെ അബൂജഹലുകൾ, അബൂജഹല് വതല്ല പൊട്ടക്കനട്ടി ചത്തു. പക്ഷെ ഓരോ കാലഘട്ടത്തിലും ഓരോ നാട്ടിലും ഓരോ അബൂജഹൽ ഉണ്ടാകുമെന്ന് ഖുർആൻ പറഞ്ഞത്. വകദാലിക ജഅൽനാ ഫീ കുല്ലി ഖറിയത്തിൻ അകാബിറ മുജ്രിമീഹ, വകദാലിക ജഅൽനാ ഫീ കുല്ലി ഖറിയത്തിൻ അകാബിറ മുജ്രിമീഹ. ഓരോ നാട്ടിലും ഏറ്റവും വലിയ അബൂജഹലുകൾ ഉണ്ടാവും. അവര് പറഞ്ഞു, ശുഐബേ, നീ പള്ളിയിലെ മുക്രി, നീ പള്ളിയിലെ ഖത്തീബ്, നീ വേണമെങ്കിൽ നിന്റെ കാര്യം നിസ്കാരവും നോമ്പും പറഞ്ഞോണം, കച്ചവടത്തിന്റെ കാര്യം പറയാൻ നീ വന്നിട്ടില്ല. ഇനി അഥവാ ഞങ്ങളുടെ കച്ചവടത്തിന്റെ ഈ സാമ്പത്തിക കാര്യത്തിൽ നീ ഇടപെട്ടാൽ ലനുഖ്രിജന്നക യാ ശുഐബ്, ഓ ശുഐബേ, നിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് പിരിച്ചുവിടും. വല്ലദീന ആമനു മഅക മിൻ ഖറിയത്തിനാ, നിന്നെ പിന്താങ്ങുന്നവരെ ഞങ്ങൾ മഹല്ലിൽ നിന്നും പുറത്താക്കും. ഔല തഊദുന്ന ഫീ മില്ലത്തിനാ, അല്ലെ ഞങ്ങളുടെ തോന്നിയ നീ കൂടെ കൂടും. ഖുർആൻ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമല്ല, കാലാനുസൃതമായ ഒരു ഗ്രന്ഥമാണത്. എല്ലാ സംഭവങ്ങളെയും ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ. എന്തിനാണ് ഈ കോരകോരം വാള് പറയുന്നത്? ഞങ്ങൾ വാള് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യമുള്ളത്? എത്ര വാള് പറഞ്ഞാലും കുറെ വിമർശകരുണ്ടാവും. എന്നെ സംബന്ധിച്ചോളം വിമർശനം എന്ന് പറയുന്ന ഒരു സാധനം പുല്ലാണ്. കാരണം നമ്മളൊരു സമൂഹത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി നിന്നാൽ കല്ലേറ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇറങ്ങാവൂ, ഇല്ലെങ്കിൽ തസ്മീം പിടിച്ച് വീടിന്റെ മൂല ഇരുന്നോണം. അല്ലേ? പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അത് സംഘടനയാവട്ടെ, ബാക്കിയുള്ള എളിയ പരിശ്രമമാകട്ടെ, നമ്മളൊരു സ്ഥാനത്ത് നിന്നാൽ ഏറ് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അത് നേരിടാനുള്ള നെഞ്ചിന് ധൈര്യം ഉണ്ടെങ്കിൽ നിൽക്കാവൂ, എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ വീട്ടിന്റെ മൂലയിൽ അതൊരു മഹലിന്റെ ആണെങ്കിൽ ശരി, ഇപ്പൊ പ്രസിഡന്റ് ആയാലും കിട്ടും, സെക്രട്ടറി ആയാലും എല്ലാവരും അംഗീകരിക്കൂ. അപ്പൊ അതുകൊണ്ട് വെല്ലുവിളികളും വിമർശനങ്ങളും എന്ന് പറയുന്ന ഒരു പുഞ്ചിരിയോടെ നേരിടണം, എന്നാലേ നമുക്ക് വിജയിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമിമറ മനുഷ്യന്മാരെ മരത്തിന്റെ മുകളിൽ സ്വർണ്ണ കിരീടം വെച്ചിട്ട് സിംഹരാജൻ പ്രഖ്യാപിച്ചു, ഇത് മുകളിൽ കയറിയെടുക്കുന്നവർക്ക് സ്വർണ്ണ കിരീടം കിട്ടും. പുലി, ചെന്നായ, ഉടുമ്പ് ഒക്കെ ഈ മരത്തിന്റെ മുകളിലോട്ട് കയറാൻ നോക്കി, അവരെല്ലാം താഴെ വീണ് കിട്ടിയില്ല. അവസാനം ഒരു പൊട്ടി പച്ച തവള മരത്തിന്റെ മുകളിൽ കയറാൻ തുടങ്ങി. അപ്പൊ ചുറ്റുഭാഗത്ത് നിന്ന് മൃഗങ്ങളൊക്കെ കൂക്കി വിളിച്ചു, അയ്യേ, ഈ പുലിക്കും ഈ അണ്ണാനും പറ്റാത്ത മരത്തിലാണ് ഇനിയിപ്പോ തവള കയറാൻ പോണത്. ആളുകൾ മുഴുവൻ മുമ്പിൽ നിന്ന് മറ്റു മൃഗങ്ങളൊക്കെ കൂക്കി വിളിച്ചു. തവള ഇതൊന്നും ശ്രദ്ധിച്ചില്ല, മെല്ലെ പിടിച്ച് മരത്തിന്റെ മുകളിൽ കയറി കിരീടം എടുത്ത് താഴെ ഇറങ്ങി. അവസാന സമ്മാനം കൊടുക്കാൻ നേരത്തെ സിംഹം വന്നു. ഇത് തുറമുതിയിലും പുകാരിലും ഒന്നും ഇല്ല കേട്ടാ, അത് ചോദിക്കരുത്. തവള താഴെ ഇറങ്ങിക്കഴിഞ്ഞ് ഈ സിംഹാസനം, ഈ കിരീടം കൊടുക്കാൻ നേരത്ത് മൃഗരാജനായ സിംഹം തവളയോട് ചോദിച്ചു, അല്ല തവളെ, ഈ പുലിയും അണ്ണാനും വരെ കയറാൻ പറ്റാത്ത ഈ മരത്തില് ഇത്രയും ആളുകൾ കൂക്കി വിളിച്ചിട്ടും നീ എങ്ങനെ കയറിയെന്ന് തവളയോട് ചോദിച്ചപ്പോ തവള രാജാവിന്റെ മുഖത്ത് നോക്കി മിണ്ടാതെ നിന്നു. അപ്പോഴാണ് അപ്പുറത്ത് നിന്നിട്ട് തവളയുടെ അമ്മ വിളിച്ചു പറഞ്ഞത്, രാജാവേ, അവനോടൊന്നും ചോദിക്കണ്ട, അവൻ പൊട്ടനാണ്, അവന് ചെവി കേൾക്കൂല. അതുകൊണ്ട് നമ്മൾ ചില സമയത്ത് പച്ച പൊട്ടനാവണം, ചെവി കേൾക്കൂല. ഈ ചുറ്റുഭാഗത്ത് നിന്ന് കൂക്കി വിളി കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ഇവന്റെ ചെവി പൊട്ടായത് കൊണ്ടാണ്, ഇവൻ അത് കേൾക്കാത്ത കൊണ്ടാണ് മുകളിലോട്ട് കയറി കിരീടം കിട്ടിയത്. ഈ കൂക്കുവിളി ചെവിയിൽ കേട്ടിരുന്നെങ്കിൽ തവളയും തിരിച്ചിറങ്ങിപ്പോയേനെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദന്മാര്, എന്നോടടക്കം നമുക്ക് പറയാം, ചില സമയത്ത് നമ്മൾ പച്ച പൊട്ടനായിട്ടിരിക്കണം, എന്നാലേ നമുക്ക് മേപ്പോട്ട് കയറാൻ പറ്റും.
നമ്മളെല്ലാത്തിനും ചെവി നാക്കം കൊടുത്താൽ ചിലപ്പോൾ നമ്മൾ കീപ്പോട്ട് വരും. ഞാനും പണ്ടൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ കുറേയൊക്കെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ കുറച്ചുകൂടി പക്വത വന്നു. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പൊട്ടനാണ്. പണ്ടൊക്കെ അങ്ങനെയല്ല. പണ്ട് ഞാൻ ഭയങ്കര വാചാലനാണ്. കുറെ കാലം മുമ്പ് ഞാൻ തുറന്ന പോലെ കമറുദ്ദീനൊക്കെ അറിയാം. നേരത്തെ ഞാൻ നല്ല വാചാലനാണ്. എന്തിനപ്പം തന്നെ പ്രതികരിക്കും, കാരണം ആ ചോരത്തിളപ്പ്. പക്ഷേ വെളിയിലോട്ടിറങ്ങി നമ്മുടെ പ്രവർത്തന മണ്ഡലം വിശാലമാകുമ്പോൾ കാലം നമുക്ക് ചില പക്വത തരും. ആ പക്വത വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ സുമ്മും ബുക്കും നൊമിയും പകുലായാക്കിലും മിണ്ടാതിരിക്കേണ്ടി വരും. ആ മിണ്ടാതിരിക്കൽ മൗനം സ്വർണത്തിനേക്കാൾ വലിയ അലങ്കാരമാണ്. എന്നാൽ നമ്മളെ അള്ളാഹു മേപ്പോട്ടാക്കും. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനൊക്കെ ഈ കമറുദ്ദീനൊക്കെ ഒത്തിരി വർത്താനം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പറയില്ല. അത് അന്ന് ആ തിളപ്പിന്റെ പ്രായം. ഇപ്പൊ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങുമ്പോഴാണ് അറിയാം, പടച്ചോനെ ഇവരൊക്കെ ഈ ചുമതല എത്രയോ നാളുകൊണ്ട് ഈ ഭാരം ഇവർ തൂങ്ങുകയാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മൾ എന്ന് ഉയർച്ച ഉണ്ടാകുന്നു അന്ന് മറുഭാഗത്ത് ശത്രുക്കൾ കൂടും. അത് അള്ളാഹു നൽകുന്ന അംഗീകാരമാണ്. മഹാനായ ജുലൈബി റളിയല്ലാഹു അൻഹു അതിന്റെ ഇടയിൽ പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു നമ്മളെ ഒക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മൾ ചെയ്യുന്ന ഖിദ്മത്തുകളെ അള്ളാഹു സ്വീകരിക്കട്ടെ. മഹാനായ ജുലൈബി ഇവിടെ നമ്മൾ കേൾക്കുന്നതിന് നമ്മൾ അനുസരിക്കാൻ കഴിയാം. മറ്റുള്ളവരെ നമ്മൾ നോക്കണ്ട. എന്താണോ നമുക്ക് കിട്ടിയത് അത് എനിക്ക് ചെയ്യാൻ കഴിയുമോ? മഹാനായ ജുലൈബി റളിയല്ലാഹു അൻഹു, ജുലൈബിബേ എന്താണ് ഒരു മുത്തം നബിയെ, ഞാൻ കറുത്തവനാണ്, ഞാൻ കറുത്ത ചുണ്ടുള്ളവനാണ്, എന്നെ കണ്ട വെറുപ്പാണ് നബിയെ, എനിക്കാരും പെണ്ണ് തരൂല, കറുത്തവന് പെണ്ണ് തരൂല, എന്നിട്ട് കറുത്തവനെ ആർക്കും ഇഷ്ടമല്ല, എന്നിട്ട് ഈ ലോകം മുഴുവനും കറുത്തവനെ പറ്റിക്കും, കറുപ്പിനാണ് ഏഴഴകെന്ന്. എന്നാൽ ഇന്നേ വരെ കറുക്കാൻ വേണ്ടിയുള്ള ഒരു ക്രീം ലോകത്താരും ഇറക്കിയിട്ടില്ല. എല്ലാരും ഈ കറുത്തവരെ പറ്റിക്കും, കറുപ്പിന് ഏഴഴകാണ്. അപ്പൊ പിന്നെ കറുക്കാനുള്ള ക്രീമല്ലേ ഇറങ്ങണ്ടേ, വെളുക്കാനുള്ള ക്രീമല്ലല്ലോ. അതൊന്നും ഇറങ്ങിയിട്ടുണ്ടോ? അതിട്ട് ഇറങ്ങിയിട്ടില്ല. പാവം ജുലൈബി റളിയല്ലാഹു അൻഹുവിനോട് എന്റെ സഹോദരിമാരോട് ഞാൻ പറയാ, കാലത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ആ വഴിയിലേക്ക് നിങ്ങൾ കടന്നു പോകണം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ജുലൈബി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, തന്റെ ജീവിതത്തിന്റെ പരാതികളും പരിഭവങ്ങളും പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഈ മക്കയിൽ ഒരു വീടുണ്ട്, അവിടേക്ക് പോയി ആ വീട്ടിലെ അതിസുന്ദരിയായ തങ്ങളുടെ മകൾക്ക് വരണ തേടുന്നുണ്ടവർ. അവിടേക്ക് പോയിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറ, ആ പെണ്ണിനെ കല്യാണം ആലോചിക്കും. മഹാനായ ജുലൈബി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി. ഗൃഹനാഥൻ ചോദിച്ചു, എന്തിനാണ് വന്നത്? കരകരുത്തവനായ അടിമയോട് എന്നെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വിട്ടതാ. എന്തിനെന്നറിയുമോ? നിങ്ങളുടെ മകളെ വിവാഹം ചെയ്തു തരാൻ. സഹോദരങ്ങള്, ആ മനുഷ്യൻ പറഞ്ഞ് കറുകറുത്തവനായ വൈരൂപ്യമുള്ള നിനക്കെന്റെ മകളെ വിവാഹം ചെയ്തു തരാനോ? എന്റെ മകള് നിന്റെ കൂടെയല്ലേ കിടക്കേണ്ടത്? ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ടതാ. പക്ഷെ എന്താണ് ചെയ്യുക? അതിസുന്ദരിയായ നമ്മുടെ പൊന്നുമകളെ ഇവനെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് ഭാര്യയടക്കം പറഞ്ഞു. പത്ര നമ്മുടെ മകളൊരായുസ് മുഴുവനും ജീവിക്കേണ്ടത് ഈ കറുകറുത്ത വിരൂപിയുടെ കൂടെയല്ലേ, അവന്റെ കൂടെയല്ലേ നമ്മുടെ സുന്ദരിയായ മകള് കിടക്കേണ്ടത്. അതുകൊണ്ട് വേണ്ട വേണ്ട, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞാലും അവന് നമ്മുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കണ്ട. മഹാനായ ജുലൈബി റളിയല്ലാഹു അൻഹുവിനോട് വിരൂപനായ നിനക്കെന്റെ മകളെ വിവാഹം ചെയ്തു തരില്ലെന്ന് പറയവേ പരിഹാസത്തിന്റെ കൂരമ്പുകളേറ്റ് മഹാനായ ജുലൈബി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോ അതാ വീടിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഉമ്മ, എന്താണ് നിങ്ങൾ ചെയ്തത്? അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് പുതിയാപ്ലയായി പറഞ്ഞു വിട്ടാണ് നിങ്ങൾ തിരിച്ചു വിടുകയോ? പൊന്നുമോളെ, കറുകരുത്തവനായ വിരൂപനായി ചെറുപ്പക്കാരന്റെ കൂടെ പൊന്നുമോൾ എങ്ങനെയാണ് ജീവിക്കുക? അതുകൊണ്ട് സമ്മതിക്കണ്ട മോളെ. ആ സമയത്താണ് മഹാനായ ജുലൈബി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് ആ പ്രിയപ്പെട്ട സഹോദരി തന്റെ മാതാപിതാക്കളോടൊരായത്ത് കേൾപ്പിച്ചത്. അല്ലാഹു പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലയോ? മകാനലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അയ്യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലുഹു ഫഖദ് ലല്ല ളലാലം മുബീനാ.
മകാനലി മുഅ്മിനി വലാ മുഅ്മിന, ഒരു സത്യവിശ്വാസിക്കും വിശ്വാസിനിക്കുമില്ല ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹും അവന്റെ പ്രവാചകനും ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ വിശ്വാസി മാറാൻ പാടില്ലെന്ന് ഖുർആൻ പറഞ്ഞു തന്നില്ല ഉമ്മ. ഈ കറുത്തവനെ പുതിയ പ്രായത്തിൽ എനിക്ക് നിശ്ചയിച്ചത് മുത്ത് റസൂലാണ്, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറുകയില്ലെന്ന് പറഞ്ഞ് ആ കറുകറുത്ത ചെറുപ്പക്കാരനെ ജീവിതത്തിൽ സ്വീകരിച്ചു മദീനത്തെ അൻസാറുകളായ പെൺകുട്ടികൾ. പെങ്ങളെ ഖുർആൻ എന്ത് പറഞ്ഞു, റസൂൽ എന്ത് പറഞ്ഞു? അവിടെ നിന്ന് അണുക്കിടും മാറാത്ത ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് അള്ളാഹു ഇസ്ലാമിന്റെ സ്വർഗത്തെ വിരിച്ചു കൊടുത്തത്. അതുകൊണ്ട് നാളെ അള്ളാഹു റസൂലും പറഞ്ഞ സ്ഥലങ്ങളിലൂടെ നടക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പറഞ്ഞ രീതിയിൽ നമ്മുടെ കുടുംബ ജീവിതം മാറണം, ആ പറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതം മാറണം. എന്നാലേ അല്ലെങ്കിൽ നാളെ പരലോകത്ത് നരകത്തിൽ കിടന്ന് നിലവിളിക്കേണ്ടി വരും. റബ്ബേ അല്ലാഹുവേ ലൗ കുന്നാ നസ്മഉ വ നഅഖുലു മാ കുന്നാ ഫീ അസ്ഹാബി സഈർ, ഞങ്ങളുടെ ഇമാം പറയുന്നത് കേട്ടിരുന്നെങ്കിൽ അതനുസരിച്ച് ഞങ്ങൾ മാറിയിരുന്നെങ്കിൽ ഈ കത്തിക്കാളുന്ന നരകത്തിൽ നിങ്ങൾ കിടക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. അല്ലാഹ് ഇതൊഴിവാക്കാനാണ് വഅദ് പറയുന്നത്. ഇതിനാണ് പണ്ഡിതന്മാര് പ്രബോധനം നടത്തുന്നത്, അല്ലാതെ ഒരു പേരിനും പെരുമക്കുമല്ല. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ തിരുത്തലുകൾ നൽകുമാറാകട്ടെ. ചുരുക്കി പറയാണ് നരകത്തിന്റെ മൂന്നാമത്തെ ഭാഗം, ആ ഭാഗത്തിന്റെ പേരാണ് ജഹീം. ആ ഭാഗത്തിന്റെ പേരാണ് മൂന്നാമത്തെ ഭാഗം ജഹീമാണ്. ആരാ ജഹീമിൽ പോകുന്നത്? ആരാ? വല്ലദീന കഫറു വകല്ലബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൽ ജഹീം. എന്റെ ദൃഷ്ടാന്തങ്ങളെ കണ്ടിട്ട് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാത്ത ആളുകൾ നന്നാവാനുള്ള അവസരം കിട്ടി. പക്ഷേ ഇതൊക്കെ വെറും വല്ലദീന കഫറു വകല്ലബൂ ബിആയാതിനാ, ഇതൊക്കെ ദുനിയാവിൽ നടക്കുന്നതാണെന്ന് കരുതി നന്നാവാൻ അവസരം കിട്ടിയിട്ട് നന്നാവാത്ത ആളുകൾ. അള്ളാഹു നമ്മൾ അതിൽ നിന്ന് കാക്കട്ടെ. ഇപ്പൊ എന്റെ മുമ്പിൽ 20 കഴിഞ്ഞവരുണ്ട്, 30 കഴിഞ്ഞവരുണ്ട്, 40 കഴിഞ്ഞവരുണ്ട്. പൊന്നു സഹോദരങ്ങളെ, 30ാമത്തെ വയസ്സിലാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല മുസ്ലിം ആകുന്നത്. എത്രാമത്തെ വയസ്സിൽ? 30. വഫാത്താകുന്നത് 35ാമത്തെ വയസ്സിലാണ്. മുസ്ലിം ആകുന്നത് അതേവരെ വേറൊരു വഴിയാണ്. 30 വർഷം അപക്വതയുടെ വഴി. 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 35ാമത്തെ വയസ്സിൽ വഫാത്തായി. ഈ 5 വർഷം കൊണ്ട് 5 പതിറ്റാണ്ടിന്റെ കർമ്മം ചെയ്തു. നമ്മൾ 30-40 ഒക്കെ കഴിഞ്ഞില്ലേ? നമുക്ക് എന്തുണ്ട് പറയും? നമുക്കൊന്ന് ചിന്തിക്കുകയും നമുക്ക് എന്തുണ്ട്, ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി. ഇങ്ങനെ ഈ ജീവിതത്തിൽ മുമ്പോട്ട് ഓടുമെന്ന് തിരിഞ്ഞു നോക്കി. നല്ല സ്പീഡിൽ മുമ്പോട്ട് പോകുമ്പോൾ പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കാനാണ് കാറിന്റെ സൈഡിൽ കണ്ണാടി വെച്ചിരിക്കുന്നത്. റിയർ വ്യൂ മിറർ. റിയർ വ്യൂ മിറർ എന്നാണ് അതിന്റെ പേര്. വല്ലാത്ത സ്പീഡിൽ പോകുമ്പോൾ പുറകൊന്ന് നോക്കാൻ വേണ്ടിയാണ് ഈ കണ്ണാടി. എന്നാലേ മുമ്പോട്ടുള്ള സ്പീഡ് ഒരല്പം കുറയൂ. 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 35ാമത്തെ വയസ്സിൽ വഫാത്തായി. അപ്പോ ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു 5 വർഷം ഇസ്ലാമിൽ ജീവിച്ചു. മരിക്കുന്ന നേരത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, തഹറക്കലി മൗതിഹി അർശുൽ ജബ്ബാർ. സഅദ് ബിൻ മുആദ് വഫാത്തായപ്പോൾ റബ്ബിന്റെ ദർബാർ പോലും ചലിച്ചുപോയി. മയ്യത്ത് നിസ്കാരത്തിന് പോകുമ്പോ കാല് ചവിട്ടാൻ കഴിയാതെ പെരുവിരലിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. യാ റസൂലല്ലാഹ്, കാല് ചവിട്ടാത്തതെന്ന് നബിയേ. സഅദ് ബിൻ മുആദിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ലക്ഷക്കണക്കിന് മലക്കുകൾ വരുന്നു സഹാബ. അവരുടെ തിരക്ക് കാരണത്താൽ എനിക്ക് കാല് ചവിട്ടാൻ കഴിയുന്നില്ല സഹാബ. വെറും 5 വർഷം ജീവിച്ചിരുന്നിട്ട്, മുസ്ലിമായി ജീവിച്ചിരുന്നിട്ട് മരിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് മലക്കുകളെ തന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ചുവടിറക്കിയ സഅദ് ബിൻ മുആദിനെ പോലെ അല്ലാഹു ജീവിതത്തിൽ തിരിച്ചു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മഴ പെയ്യുന്നു, വിഷയം പൂർത്തീകരിക്കണമെന്നുണ്ട്. ഞാൻ എല്ലാ അവസരം വന്ന് കയറിയതാണ്. പക്ഷെ ആലിമീങ്ങളുടെ സദസ്സ് നല്ല ദുആ, അൽഹംദുലില്ലാഹ് വലിയ ആഫിയത്തുണ്ടായി. അതുകൊണ്ട് ഒറ്റ ശബ്ദം പോലും ഉണ്ടായിരുന്നില്ല. അല്ലാഹു ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പൊന്നു സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മയുടെ ഭാഗത്ത് നിലനിൽക്കുകയും നല്ലവരായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.